കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വേട്ടയിൽ വിദ്യാർത്ഥി സംഘടനകളായ KSUവും SFIയും പ്രതിസന്ധിയിൽ. കഞ്ചാവ് സൂക്ഷിച്ചതിന് പിന്നിൽ SFI ആണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നതിനിടയിൽ ഒന്നാം പ്രതി ആകാശ് KSU പ്രവർത്തകനാണെന്ന വെളിപ്പെടുത്തൽ വന്നു. കേസിൽ പോലീസ് കുടുക്കിയതാണെന്ന SFI പ്രവർത്തകൻ അഭിരാജിന്റെ വാദം തള്ളി പോലീസും രംഗത്തെത്തി. ജാഗ്രത കുറവുണ്ടായെന്ന് SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് തുറന്നു സമ്മതിച്ചു. SFI യൂണിയൻ ജനറൽ സെക്രട്ടറി അഭിരാജ് അറസ്റ്റിലായതോടെയാണ് കളമശ്ശേരി കഞ്ചാവ് കേസിൽ കോൺഗ്രസ് SFIക്കെതിരെ ആക്രമണം രൂക്ഷമാക്കിയത്. എന്നാൽ മുറിയിൽ നിന്ന് 2 കിലോയോളം കഞ്ചാവ് കണ്ടെടുത്തതോടെ കേസിൽ ഒന്നാം പ്രതിയായ ആകാശ് KSU നേതാവാണെന്ന വെളിപ്പെടുത്തൽ KSU പ്രവർത്തകരിൽ നിന്ന് തന്നെയുണ്ടായി. KSU എന്ന പ്രസ്ഥാനത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ്, എന്നിട്ട് വിജയിച്ചിട്ടില്ല. ഞാനും ഇതുപോലെ KSU നിന്നിട്ടുള്ള ആളാണ്, അതുകൊണ്ട് അവർ ആരോപണം ഉന്നയിക്കുന്നതാണ്. ഈ വാദം എന്നാൽ KSU നേതൃത്വം നിഷേധിക്കുകയാണ്. ഏത് രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, അതിൽ KSUക്കാരുണ്ടെങ്കിൽ കൂടിയും അവരെ കയ്യാമം വെച്ച് കൽത്തുറുങ്കിൽ അടയ്ക്കണമെന്നതാണ് ഞങ്ങളുടെ നിലപാട്. മറുവശത്ത് പോലീസ് കുടുക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണമാണ് അഭിരാജ് ഉന്നയിക്കുന്നത്. എന്നെ ആദ്യമേ കൊണ്ടുപോയത് ആകാശിന്റെ റൂമിലിട്ട്, ആകാശിന്റെ റൂമിൽ താഴെ കുറെ കടപ്പുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ പറഞ്ഞു, സാറേ ഞാൻ യൂണിയനുള്ള നാളെ പരിപാടിയുണ്ട്, എനിക്ക് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. സാറ് നീ യൂണിയനുള്ളതാണോ, നീ അങ്ങനെ പോകണ്ട, നീ ഇത് വലിയ ആ കൊമ്പത്താളാണോ, നീ മേലോട്ട് വരാൻ പറഞ്ഞിട്ട് മേലോട്ട് കൊണ്ടുപോയി. മേലോട്ട് എൻ്റെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ റൂമിലും ആൾക്കാർ പറഞ്ഞിട്ട് ഇത് നിന്റെ റൂമാണോ, നിന്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ, അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ പോലീസ് അഭിരാജിന്റെ വാദം തള്ളുകയാണ്. കഞ്ചാവ് പിടിച്ചെടുക്കുമ്പോൾ അഭിരാജും ആകാശും അതാത് മുറികളിൽ തന്നെ ഉണ്ടായിരുന്നു. റൂമുകളിൽ താമസിക്കുന്നവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ മറ്റാർക്കും അവിടെ വരാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ താമസിക്കുന്നവർക്ക് അവർ ഇരകളാക്കപ്പെട്ടു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. വിദ്യാർത്ഥികൾക്കിടയിൽ തന്നെ ഉപയോഗിക്കുന്നതിനും വിപണനം ചെയ്യുന്നതിനുമാണ്. അതുകൊണ്ടാണ് കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടിയതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അഭിരാജിനെ തള്ളി SFI നേതൃത്വവും രംഗത്ത് വന്നു. SFIയിൽപ്പെട്ട ഒരാൾക്ക് പോലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ബന്ധം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയുള്ള ആളുകൾക്കുള്ള സംഘടനയല്ല SFI. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.